മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കേസിസ് മതബോധന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരമ്പരയിൽ കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ തിരുസഭാ ചരിത്രം, ഭാരത ചരിത്രം, പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക സഭയുടെ ചരിത്രം എന്നിവയാണ്. എന്താണ് ചരിത്രം? ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവും പഠനവുമാണ് ചരിത്രം. മുൻകാല സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന അറിവിൻ്റെ ശാഖ. ചരിത്ര പഠനത്തിലൂടെ ചരിത്രകാരന്മാർക്ക് ചരിത്ര സംഭവങ്ങളും അതിൻ്റെ കാരണങ്ങളും അനന്തരഫലവും വിശദീകരിക്കാൻ സാധിക്കും. അതിനാൽ ചരിത്ര പഠനം ഭൂതകാലത്തെ മനസ്സിലാക്കി വർത്തമാനകാലത്തെ നിർവചിച്ച് ഭാവിയെ രൂപപ്പെടുത്തുവാൻ സഹായിക്കും. രാജ്യങ്ങളും സമൂഹങ്ങളും കുടുംബങ്ങളും എങ്ങനെ രൂപപ്പെട്ടുവെന്നും കാലക്രമേണ എങ്ങനെ വികസിച്ചുവെന്നും വളർന്നുവെന്നും ചരിത്രം നമ്മെ സഹായിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ചരിത്രത്തിലാണ് നമ്മുടെ വേരുകൾ. മണ്ണിൽ അടിയിലായതിനാൽ മരത്തിന് വേരുകൾ ഇല്ലെന്ന് ആരും പറയത്തില്ലല്ലോ. വേരുകളെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. നമ്മൾ ആരാണെന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും എന്നതിൻ്റെ കഥയാണ് ചരിത്രം. നാം ജീവിക്കുന്നതിൻ്റെ പശ്ചാത്തല യാഥാർത്ഥ്യത്തെ ചരിത്രം വിശദീകരിക്കുന്നു. ഇവിടെയാണ് സഭാചരിത്ര പഠനത്തിൻ്റെ പ്രസക്തി. ഇന്നത്തെ സഭയുടെ പശ്ചാത്തല പഠനമാണ് തിരുസഭാ ചരിത്രം. ഇന്നിൻ്റെ പശ്ചാത്തലം ഇന്നലകളാണ്. ഒരു രോഗി ഡോക്ടറെ കാണാൻ വരുമ്പോൾ ആദ്യം തന്നെ പശ്ചാത്തലവും തുടക്കവുമൊക്കെ ചോദിക്കാറുണ്ട്. അതിനുശേഷം മാത്രമേ മരുന്ന് എഴുതുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് സഭാകാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. സഭയുടെ ഇന്നത്തെ വളർച്ചയും തളർച്ചയും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ശരിയായ വിധം മനസ്സിലാക്കാനും അതനുസരിച്ച് ക്രിയാത്മകമായി പ്രതികരിക്കാനും ചരിത്ര പശ്ചാത്തലം വ്യക്തമായി അറിഞ്ഞിരിക്കണം. തിരുസഭയുടെ ആരംഭം മുതൽ ഇന്നുവരെയുള്ള വികാസ പരിണാമങ്ങളും ജയപരാജയങ്ങളും ചരിത്ര പശ്ചാത്തലത്തിലൂടെ വിലയിരുത്തുകയാണ് സഭാചരിത്ര പഠനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. സഭ നൂറ്റാണ്ടുകളിലൂടെ എങ്ങനെ വളർന്നുവെന്നും ഏതെല്ലാം പ്രതിബന്ധങ്ങളാണ് സഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതെന്നും കാലഗതിയിൽ സഭയ്ക്കുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും വളർച്ചയും തളർച്ചയും ഏവയെന്നും നിഷ്പക്ഷമായി മനസ്സിലാക്കാൻ സഭാചരിത്രം നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുമതത്തിൻ്റെ ഉത്ഭവം, അതിൻ്റെ പുരോഗതി, ലോകത്തിൽ അതിൻ്റെ സ്വാധീനം എന്നിവയുടെ വ്യാഖ്യാന രേഖയാണ് സഭാചരിത്രം. സഭാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുസഭാ ചരിത്രം എന്നത് സ്വന്തം കുടുംബത്തിൻ്റെ ചരിത്രം തന്നെയാണ്. സഭയോടുള്ള സ്നേഹം ആഴപ്പെടാൻ സഭാചരിത്ര പഠനം നമ്മെ സഹായിക്കുന്നു. അറിയാത്തതിനെ സ്നേഹിക്കാൻ ആർക്കാണ് കഴിയുക? തിരുസഭയുടെ ചരിത്രം സഭകളുടെ ചരിത്രമാണ്. ഓരോ വ്യക്തിഗത സഭയുടെ തനിമയും വ്യക്തിത്വവും ആഴത്തിൽ മനസ്സിലാക്കാൻ സഭാചരിത്ര പഠനം നമ്മെ സഹായിക്കുന്നു. ക്രൈസ്തവ സഭ ക്രിസ്തുനാഥൻ്റെ തുടർച്ചയാണ്. ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ്. അതുപോലെ സഭയ്ക്ക് ദൈവികവും മാനുഷികവുമായ ഘടകങ്ങളുണ്ട്. ബലഹീനരായ മനുഷ്യരിലൂടെ സഭ ലോകത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ അതിൻ്റെ പരിമിതികളും കുറവുകളും മനസ്സിലാക്കാൻ സഭാചരിത്ര പഠനം നമ്മെ സഹായിക്കും. സഭയിലെ ദൈവിക ഘടകം പരിഗണിക്കാതെ മാനുഷ്യ ഘടകം മാത്രം പരിഗണിച്ചാൽ സഭാചരിത്രം സംഘടനയുടെ ചരിത്രം പോലെയാകും. ദൈവത്താൽ സ്ഥാപിതമായ സഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യുഗാന്ത്യം ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ സഭയെ കാണുവാനും മനസ്സിലാക്കുവാനും സഭാചരിത്ര പഠനം നമ്മെ സഹായിക്കും. ഇന്നത്തെ സഭയെ മനസ്സിലാക്കുവാനും ഭാവിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്താനും ഇന്നലത്തെ സഭാചരിത്ര പഠനം അത്യന്താപേക്ഷിതമാണ്. തിരുസഭാ ചരിത്രത്തെ മുഖ്യമായും 4 യുഗങ്ങളായി അഥവാ കാലഘട്ടങ്ങളായി തിരിക്കാം. 1 ആദിമയുഗം ഏർലി പീരീഡ്, മധ്യയുഗം മിഡിവൽ പീരീഡ്, 3 ആധുനിക യുഗം മോഡേൺ പീരീഡ്, 4 സമകാലിക യുഗം കണ്ടംപററി പീരീഡ്. പഠന സൗകര്യാർത്ഥം ചരിത്രകാരന്മാർ നൽകുന്ന ഒരു വിഭജനം മാത്രമാണിത്. വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് വിവിധ ആശയക്രമത്തിലും വ്യത്യസ്തമായ വിഭജനങ്ങൾ സാധ്യമാണ്. 1 ആദിമ യുഗം.
ക്രിസ്തുവിൻ്റെ കാലം മുതൽ AD 692 വരെ ഈ യുഗം ഉൾപ്പെടും. സഭയുടെ ആരംഭം, അപ്പസ്തോലിക കാലം, ആദിമസഭയുടെ വളർച്ചയും മതമർദ്ദനങ്ങളും സഭാസ്വാതന്ത്ര്യവും, ക്രൈസ്തവ സന്യാസത്തിൻ്റെ ഉത്ഭവം, പാഷണ്ഡതകളും സഭാ സുനകദോസുകളും, സഭാപിതാക്കന്മാർ, പാശ്ചാത്യ പൗരസ്ത്യ ആഫ്രിക്കൻ സഭകളിലെ ആരംഭവും വളർച്ചയും, 1-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെയുള്ള ചരിത്രമാണ് ആദിമ യുഗത്തിലുള്ളത്. രണ്ടാമത്തത് മധ്യയുഗം, AD 692 മുതൽ 1517 വരെ. യൂറോപ്പ്, ഏഷ്യൻ സാമ്രാജ്യങ്ങളിലുള്ള സഭയുടെ വികാസവും പ്രതിസന്ധികളുമാണ് മധ്യയുഗത്തിൽ ദർശിക്കുക. സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം, കുരിശുയുദ്ധങ്ങൾ, ആശ്രമ ജീവിത നവീകരണം, നവോത്ഥാനം എന്നിവയൊക്കെയാണ് മധ്യയുഗത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. മൂന്നാമത്തേത് ആധുനിക യുഗം, 1517 മുതൽ 1961 വരെ. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം മുതൽ ഫ്രഞ്ച് വിപ്ലവം വരെയുള്ള കാലഘട്ടം. ഇതിൽ സന്യാസ സഭകളുടെ പ്രേക്ഷിത പ്രവർത്തനം, പാശ്ചാത്യ സഭയുടെ നവീകരണം, 1-ാം വത്തിക്കാൻ കൗൺസിൽ വരെയുള്ള കാലഘട്ടം ഈ പഠനത്തിൽ ഉൾപ്പെടുന്നു. 4. സമകാലിക യുഗം, 1962 മുതൽ. 2-ാം വത്തിക്കാൻ കൗൺസിൽ മുതൽ ഇന്ന് വരെയുള്ള സഭയുടെ പ്രവർത്തനങ്ങളും വളർച്ചയുമാണ് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, സഭാചരിത്രം ഒരു ശാസ്ത്രമാണ്. ഇതിന് വിവിധ ശാഖകളും ഉപശാഖകളുമുണ്ട്. ഉദാഹരണമായി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ചരിത്രം, മിഷൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ചരിത്രം, സഭയുടെ ആരാധനാ ചരിത്രം, ഇവ പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. സഭാചരിത്ര പഠനം സാങ്കല്പികമായ ഒന്നല്ല. ഇന്നോളമുള്ള ചരിത്രരേഖകളെ ആധാരമാക്കിയാണ് അത് നടത്തുക. അതിൻ്റെ ഉറവിടങ്ങൾ, അതായത് സോഴ്സസ്, പലതാണ്. ലിഖിത സ്രോതസ്സുകളുണ്ട്, അലിഖിതമായ സ്രോതസ്സുകളുമുണ്ട്. കൂടാതെ പാരമ്പര്യങ്ങളും മറ്റ് ലോക ചരിത്ര പഠനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും. ഇനി നമ്മൾ ആദിമ യുഗത്തിൻ്റെ ഒരു വിശദമായ പഠനത്തിലേക്കാണ് പോകുന്നത്. സഭ ആദ്യ നൂറ്റാണ്ടുകളിൽ രൂപം പ്രാപിച്ചത് എങ്ങനെയെന്നും അതിൻ്റെ വിവിധങ്ങളായ പശ്ചാത്തലവും ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി ജനതകളുടെ പ്രതീക്ഷയായ ക്രിസ്തുവിനെക്കുറിച്ചാണ്. യേശുവിൻ്റെ ജനനം ഒരു യാദൃച്ഛികമായ സംഭവമോ അപ്രത്യക്ഷമായി ചരിത്രത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയോ ആയിരുന്നില്ല. യഹൂദജനം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ക്രിസ്തുവിൻ്റെ ജനനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചിക്കപ്പെട്ടതായിരുന്നു. പഴയ നിയമത്തിൽ ദൈവപുത്രൻ്റെ ജനനം പ്രവചിക്കപ്പെട്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 49 10-ാം വാക്യത്തിലും സംഖ്യയുടെ പുസ്തകം 24:17 BC 720 രചിക്കപ്പെട്ട മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിലും ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യഹൂദന്മാർക്ക് മാത്രമായിരുന്നില്ല, മറ്റുള്ളവർക്കും റോമാക്കാർക്കും പേർഷ്യക്കാരിലും ഒരു രക്ഷകന്റെ ജനനത്തിൻ്റെ പ്രതീക്ഷയുണ്ടായിരുന്നു. റോമൻ ചക്രവർത്തിയായ വേസ്പിയസിൻ്റെ കാലത്ത് സെറ്റോണിയസ് എന്ന ചരിത്രകാരൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്: അക്കാലത്ത് യൂദയായിൽ നിന്നും വരുന്നവൻ ലോകം ഭരിക്കണമെന്ന് അതിപുരാതനവും അംഗീകൃതവുമായൊരു വിശ്വാസം പൗരസ്ത്യരെ മുഴുവൻ സ്വാധീനിച്ചിരുന്നു. റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് ഹിസ്റ്റോറിയ എന്ന ഗ്രന്ഥത്തിൽ യൂദയായിൽ നിന്ന് ലോകത്തിൻ്റെ മുഴുവൻ നാഥനും ഭരണകർത്താവുമായവൻ ഏറെ താമസിയാതെ വരുമെന്നും പ്രവചനങ്ങളെ ആസ്പദമാക്കി ജനങ്ങൾ ദൃഢമായി വിശ്വസിച്ചിരുന്നുവെന്നും രേഖപ്പെടുത്തുന്നുണ്ട്. BC 551 മുതൽ 479 കാലയളവിൽ ജീവിച്ചിരുന്ന കൺഫ്യൂഷ്യസ് ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ലോകം ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഇവയെല്ലാം. രണ്ടാമതായി സഭയുടെ ഉത്ഭവത്തിൻ്റെ വിവിധ പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സഭയുടെ ഉത്ഭവത്തെയും വളർച്ചയെയും കാര്യമായി സ്വാധീനിച്ചത് പ്രത്യേകമായി 3 പശ്ചാത്തലങ്ങളായിരുന്നു.
ലോകത്തിൽ രാഷ്ട്രീയവും സാംസ്കാരികവും മതപരവുമായി ഉയർച്ച കൈവരിച്ച ഒരു കാലത്താണ് സഭ ജന്മം കൊണ്ടത്. രാഷ്ട്രീയ പശ്ചാത്തലം. ക്രിസ്തുവിൻ്റെ ജനനത്തിനും അനന്തര സംഭവങ്ങൾക്കും വിവിധ സംഭവങ്ങൾ സഭയുടെ ആരംഭത്തിനും പശ്ചാത്തലമായിരുന്നത് മുഖ്യമായും 3 രാഷ്ട്രങ്ങളാണ്: റോമ, ഗ്രീസ്, പാലസ്തീന. റോമ രാഷ്ട്രീയമായും, ഗ്രീസ് ദാർശനികവും സാംസ്കാരികവും, പാലസ്തീന മതപരവുമായ പശ്ചാത്തലങ്ങളാണ് ഒരുക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി റോം വളർന്നു വരുന്ന കാലത്താണ് ക്രിസ്തു ജനിച്ചത്. റോമ സാമ്രാജ്യം യൂറോപ്പ് മുഴുവനും, ബ്രിട്ടൻ, ഏഷ്യ മൈനർ, സിറിയ, പലസ്തീന, അറേബ്യ, ഈജിപ്റ്റ്, ആഫ്രിക്കയുടെ വടക്കേ തീരം എന്നിവിടങ്ങളിലെല്ലാം വ്യാപിച്ചിരുന്നു. വിശാലമായ റോമാ സാമ്രാജ്യം അങ്ങനെ ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിലായി മാറി. സാംസ്കാരികമായ പശ്ചാത്തലം. അക്കാലത്ത് ഗ്രീസിനായിരുന്നു സാംസ്കാരിക ബൗദ്ധിക മണ്ഡലങ്ങളുടെ മേധാവിത്വം. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സ്വാധീനം വളരെ ശക്തിയായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ക്രിസ്തുവിൻ്റേത്. ഗ്രീക്ക് ചിന്ത സഭയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. മതപശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. യഹൂദ മതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സഭ ജന്മം കൊണ്ടത്. ക്രിസ്തു ജനിച്ചതും വളർന്നതും പ്രവർത്തിച്ചതും യഹൂദ മതത്തിലാണ്. മിശിഹായ്ക്ക് വേണ്ടി ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് ഒരുക്കിയ ജനമാണ് യഹൂദജനം. ഇസ്രായേൽ മതകേന്ദ്രീകൃതമായ ഒരു രാജ്യമായിരുന്നു. രാഷ്ട്ര നിയമങ്ങളും മതനിയമങ്ങളും ഒന്നായിരുന്നു. ഏക ദൈവവിശ്വാസികളായിരുന്നു അവർ. നിയമങ്ങൾ കർശനമായി പാലിക്കുന്നവരായിരുന്നു. യഹൂദജനത്തിൻ്റെ ചരിത്രത്തിൽ രക്ഷകന് വേണ്ടിയുള്ള പ്രതീക്ഷകൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് കാണാൻ സാധിക്കും. മിശിഹായുടെ ജനനത്തെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും വ്യക്തമായ പ്രവചനങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വിമോചകനായ ഒരു ക്രിസ്തുവിനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദ മതത്തിൻ്റെ വിശ്വാസ സംഹിതകളും ആചാരാനുഷ്ഠാനങ്ങളും ഘടനയും സ്വഭാവവും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. തിരുസഭാ ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം നമ്മൾ വ്യക്തമായി പഠിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷ പ്രകാരം ഹേറോദോസിൻ്റെ കാലത്തിലാണ് യേശു ജനിച്ചത്. ഹേറോദോസ് ശിശുവിനെ വധിക്കാൻ തീരുമാനിച്ചപ്പോൾ യേശുവിൻ്റെ മാതാവ് മറിയവും യൗസേപ്പും ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് കഴിഞ്ഞ് ഹേറോദേസിൻ്റെ മരണത്തിന് ശേഷമാണ് സ്വന്തം നാടായ നസ്രത്തിൽ വരുന്നത്. ഹേറോദേസ് മരിച്ചത് BC 4 യേശുവിൻ്റെ ജനനം BC 4 അതിനു മുമ്പോ ആയിരിക്കും. ഉദ്ദേശം 30-ാം വയസ്സിൽ ഈശോ പരസ്യ ജീവിതം ആരംഭിച്ചു. ക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ദൈവരാജ്യവും പ്രബോധനങ്ങളുടെ കാതൽ സ്നേഹത്തിൻ്റെ നിയമവുമായിരുന്നു. പരസ്യ ജീവിതകാലത്ത് 12 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യ പ്രഘോഷണത്തിൽ പങ്കുകാരാക്കി. അപ്പോസ്തലന്മാരുടെ തലവനായ പത്രോസിനോട്, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്നും തൻ്റെ ആടുകളെ മേയ്ക്കാനുള്ള അധികാരം നൽകുകയും ചെയ്യുന്നു. ഇപ്രകാരം അപ്പോസ്തലന്മാരുടെ ഇടയിൽ പത്രോസിന് ഒരു പ്രത്യേക അധികാരം നൽകി. ഈ 12 അപ്പോസ്തലന്മാരോടാണ് അന്ത്യത്താഴ സമയത്ത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞ് ലോക അവസാനത്തോളം മനുഷ്യരോടൊത്ത് വസിക്കാനും മനുഷ്യ രക്ഷാകര കർമ്മം യുഗാന്ത്യം വരെ തുടരാനായി യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. യഹൂദ സമുദായത്തിൽ നിലനിന്നു പോകുന്ന നിരവധി അന്ധവിശ്വാസങ്ങളും അർത്ഥമില്ലാത്ത പാരമ്പര്യങ്ങളും ചോദ്യം ചെയ്തു. രാജ്യദ്രോഹം, ദൈവദൂഷണം, ജനത്തെ വഴിതെറ്റിക്കൽ കുറ്റച്ചാർത്തി റോമൻ ഗവർണർ പന്തിയോസ് പീലാത്തോസിൻ്റെ വിധി പ്രകാരം ക്രൂശ് മരണത്തിന് യേശുവിനെ വിധിക്കുന്നു. ഉത്ഥാനത്തിന് ശേഷം യേശു അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട പാപമോചനത്തിലുള്ള പ്രത്യേക അധികാരം നൽകി പൗരോഹിത്യ ശുശ്രൂഷ ഫലമേൽപ്പിക്കുന്നു. ഉത്ഥാനാനന്തരം 40-ാം ദിവസം അവരെ ഒരുമിച്ച് കൂട്ടി, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞ് സുവിശേഷ ദൗത്യം നൽകുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. ആദിമസഭയും വളർച്ചയും.
പെന്തിക്കോസ്തി ദിനത്തിലാണ് സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് പറയാം. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ പെന്തിക്കോസ്തി ദിനത്തിൽ സ്വീകരിച്ച ശിഷ്യർ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. ഏതാണ്ട് 3000-ഓളം ജനങ്ങൾ അപ്പോൾ തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷം പ്രഘോഷിക്കാൻ അപ്പോസ്തലന്മാർ പോവുകയും സഭാസമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. വിശുദ്ധ പത്രോസ് അന്ത്യോക്യയിലും തുടർന്ന് റോമിലും, വിശുദ്ധ അന്ത്രയോസ് കോൺസ്റ്റാന്റിനോപ്പിളിലും, പത്രോസിൻ്റെ ശിഷ്യനായ മർക്കോസ് അലക്സാൻഡ്രിയയിലും, വിശുദ്ധ യാക്കോബ് ജെറുസലേമിലും, വിശുദ്ധ ബർത്തലോമിയ അർമേനിയയിലും, വിശുദ്ധ തോമസ് സ്ലീഹ പേർഷ്യയിലും തുടർന്ന് ഇന്ത്യയിലും, വിശുദ്ധ ഫിലിപ്പോസ് ഗ്രീസിലും സിറിയയിലും ഫ്രിജിയയിലും, വിശുദ്ധ യോഹന്നാൻ എഫേസോസിലും മറ്റപ്പോസ്തലന്മാർ വിവിധ സ്ഥലങ്ങളിലും സുവിശേഷം അറിയിക്കുകയും അവിടെ സഭ സ്ഥാപിക്കുകയും ചെയ്തു. ആദിമസഭയുടെ പ്രവർത്തനങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന രേഖ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകമാണ്. ഇതിൽ ആദിമസഭയുടെ തുടക്കവും വളർച്ചയും വ്യക്തമായിട്ട് കാണാം. ഒന്ന്, ജെറുസലേം സഭ. ജെറുസലേം നഗരത്തെ കേന്ദ്രമാക്കിയാണ് സഭ വളരുവാൻ ആരംഭിച്ചത്. ജെറുസലേമിലെ സഭയുടെ പ്രധാന സവിശേഷത അപ്പസ്തോല കേന്ദ്രീകൃതമായിരുന്നു. ആദിമസഭ എതിർപ്പുകളെയും മതമർദ്ദനങ്ങളെയും മധ്യേ ധൈര്യസമേതം ക്രിസ്തുവിൻ്റെ നാമം പ്രഘോഷിച്ചു. ഈ കാലയളവിൽ അപ്പസ്തോല സംഖ്യ 12 ആകുവാൻ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമർഹിക്കുന്നുണ്ട്. സഭ സംഘടനാപരമായി രൂപം കൊണ്ടതിൻ്റെ സൂചനയാണിത്. മനുഷ്യർക്കുള്ള ഭൗതിക ആവശ്യങ്ങൾ കൂടി സാധിച്ചു കൊടുക്കാൻ 7 ഡീക്കന്മാരെ കൂടി തിരഞ്ഞെടുക്കുന്നത് ഈ സമയത്താണ്. 2, പാലസ്തീനയിലെ സഭ. സഭ ക്രമേണ ജെറുസലേമിന് പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തോടുകൂടി ആരംഭിച്ച മതമർദ്ദനങ്ങളും അതുവഴിയുണ്ടായ ക്രിസ്തീയ വിശ്വാസികളുടെ ചിതറലും യൂദയ, സമറിയ, വിജാതീയ പ്രദേശങ്ങളിൽ സഭ വളരുന്നതിന് കാരണമായി. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു സാവൂളിൻ്റെ മാനസാന്തരം. മാനസാന്തരപ്പെട്ട സാവൂൾ വിശുദ്ധ പൗലോസായി മാറി. ആദിമസഭയിലെ ഏറ്റവും വലിയ മിഷണറിയാണ് വിശുദ്ധ പൗലോസ്. വിജാതിയരുടെയിൽ തീഷ്ണതയോടെ സുവിശേഷം പ്രസംഗിച്ച വിശുദ്ധ പൗലോസിനെ വിജാതിയരുടെ അപ്പോസ്തലനെന്നും വിളിക്കപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചത് വിശുദ്ധ പൗലോസിൻ്റെ പ്രേക്ഷിത യാത്രകളാണ്. 1-ാം പ്രേക്ഷിത യാത്ര AD 45 മുതൽ 49 വരെയും, 2-ാം പ്രേക്ഷിത യാത്ര 49 മുതൽ 52 വരെയും, 3-ാം പ്രേക്ഷിത യാത്ര AD 53 മുതൽ 58 വരെയുമായിരുന്നു. ആദിമസഭയുടെ ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയതും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായതും വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളാണ്. അന്ത്യോക്യയിലെ സഭ. ധാരാളം വിജാതിയർ സഭയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു. അവർ യഹൂദ മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിക്കണമെന്ന് ഒരു കൂട്ടർ ശഠിച്ചു. പിന്നീട് AD 49 നടന്ന ജെറുസലേം കൗൺസിലിൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി. വിജാതിയർ യഹൂദ ആചാരങ്ങൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ശക്തമായി വിശുദ്ധ പൗലോസ് വാദിച്ചു. സഭ വിജാതിയരുടെ മാനസാന്തരത്തെ സഹർഷം സ്വാഗതം ചെയ്തു. ആദിമ സഭാ സമൂഹം ജെറുസലേമിലായിരിക്കുമ്പോൾ തന്നെ വിജാതിയരിൽ നിന്ന് മാനസാന്തരപ്പെട്ടവരെല്ലാം ചേർന്ന് സിറിയയുടെ തലസ്ഥാനമായ അന്ത്യോക്യയിൽ ഒരു ക്രൈസ്തവ സമൂഹത്തിന് രൂപം നൽകി. ഇതിൻ്റെ ചുമതല ബർണബാസിനായിരുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികളെ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് അന്ത്യോക്യയിൽ വെച്ചാണ്. വിശുദ്ധ പൗലോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ആരംഭവും അന്ത്യോക്യയിൽ നിന്നാണ്. പിന്നീട് കാണുന്നത് ഏഷ്യ മൈനറിലെ സഭയാണ്. ആദ്യത്തെ പ്രേക്ഷിത യാത്രക്കിടയിൽ വിശുദ്ധ പൗലോസ് ഏഷ്യ മൈനറിലെ പല യവന നഗരങ്ങളിലും സുവിശേഷം അറിയിക്കുകയും വിജാതിയർ ധാരാളമായി സഭയിൽ അംഗമാകുകയും ചെയ്തു. യൂറോപ്പിലെ സഭ. ഏഷ്യ മൈനറിൽ നിന്നും യൂറോപ്പിലേക്ക് തിരിച്ച വിശുദ്ധ പൗലോസ് പ്രസിദ്ധങ്ങളായ ഫിലിപ്പിയിലും തെസലോനിക്കയിലും കോറിന്തോസിലും ആഥൻസിലും സഭകൾ സ്ഥാപിച്ചു. 3-ാം പ്രേക്ഷിത യാത്രയിൽ അദ്ദേഹം ഗലാത്യയിലെയും ഫ്രിജിയയിലെയും സഭകൾ സന്ദർശിച്ചു. തുടർന്ന് സഭ റോമിലേക്കും വ്യാപിപ്പിച്ചു.
പത്രോസ്, പൗലോസ് സ്ലീഹന്മാർ റോമിലെ അപ്പോസ്തലന്മാരെന്ന് അറിയപ്പെടുന്നു. സഭ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളിലൊക്കെ സ്ഥാപിതമായി. തോമാസ് ലീഗ സുവിശേഷ ദൗത്യവുമായി കിഴക്കൻ നാടുകളിലേക്ക് യാത്രയായി. AD 52 തന്നെ ഭാരതത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് ആരംഭം കുറിച്ചു. ഇങ്ങനെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സഭ ആഗോള വ്യാപകമായി വളർന്നു. ആദിമസഭയുടെ ഭരണക്രമവും വളർച്ചയും. സഭയുടെ ആരംഭം മുതൽ തന്നെ സഭയിൽ സംഘടനാപരമായ വളർച്ച കാണാനാവും. ആദിമസഭയിൽ മെത്രാന്മാർ, എപ്പിസ്കോപ്പോസ്, വൈദികൻ, പ്രെസ്ബിത്തറോസ്, ഡീക്കന്മാർ, ദിയാക്കോണോസ് എന്നീ 3 ഗണത്തിൽപ്പെട്ട ശുശ്രൂഷകരാണ് സഭയിൽ നേതൃത്വം നൽകിയതും. മെത്രാന്മാർ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായി അറിയപ്പെട്ടു. ക്രിസ്തീയ സമൂഹത്തിൻ്റെ കാര്യസ്ഥരും പിതാവും നേതാവും ഇടയനും കൂദാശകളുടെ കാർമ്മികനുമായി മെത്രാൻ നിയോഗിക്കപ്പെട്ടു. 2-ാം നൂറ്റാണ്ടായപ്പോൾ മെത്രാന്മാരുടെ സ്ഥാനം കുറെ കൂടി വ്യക്തമായി. പിൽക്കാലത്ത് വൈദികർ മെത്രാന്മാരോടൊപ്പം സഹായികളായി പ്രവർത്തിച്ചു. ഡീക്കൻ എന്നാൽ ശുശ്രൂഷകൻ എന്നാണ് അർത്ഥം. ആദിമസഭയിൽ വിവിധ ശുശ്രൂഷകൾക്കായി ഡീക്കന്മാരെ നിയോഗിച്ചു. സ്ത്രീകളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കാനായി ആദിമസഭയിൽ വനിതാ ഡീക്കന്മാരെയും നിയോഗിച്ചിരുന്നു. ഇപ്രകാരം ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വളർന്നു വന്ന 3 സഭാ കേന്ദ്രങ്ങളാണ് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോമ. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിളും 5-ാം നൂറ്റാണ്ടിൽ ജെറുസലേമും സഭാ കേന്ദ്രങ്ങളായി വളർന്നു വന്നു. ഈ സഭാ കേന്ദ്രങ്ങളെ പേട്രിയാർക്കേറ്റ് എന്നും അതിൻ്റെ തലവനെ പേട്രിയാർക്ക് അഥവാ പാത്രിയർക്കീസ് എന്നും വിളിച്ചിരുന്നു. ആദ്യ 5 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന 5 പേട്രിയാർക്കേറ്റുകളാണ് റോമ, കോൺസ്റ്റാന്റിനോപ്പിൾ, അലക്സാണ്ട്രിയ, അന്ത്യോക്യ, ജെറുസലേം. ഇവയെ പെൻറ്റാർക്കി എന്നും അറിയപ്പെട്ടു. ഇതിലെ പാത്രിയാർക്കീസ്മാർ തമ്മിലും സംസർഗവും കൂട്ടായ്മയും ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള സഭകളെ പൗരസ്ത്യ സഭകളെന്നും പടിഞ്ഞാറേ ഭാഗത്തുള്ള സഭകളെ പാശ്ചാത്യ സഭകളും എന്നും വിളിക്കുവാനിടയായി. റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രധാന കേന്ദ്രമായി കോൺസ്റ്റാന്റിനോപ്പിൾ പിൽക്കാലത്ത് വളർന്നു വന്നു. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ തലസ്ഥാനമായി എക്കാലവും റോമ അറിയപ്പെട്ടു. 4-ാം നൂറ്റാണ്ടോടുകൂടി റോമിന് സഭാപരമായ പ്രാധാന്യം കൂടി വരികയും പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ റോമായിലെ പാത്രിയാർക്കീസിന് പ്രത്യേക പദവിയും അധികാരം ലഭിക്കുകയും ചെയ്തു. ആദിമസഭയുടെ വിശ്വാസവും ആരാധനാക്രമ രൂപീകരണവും. ക്രിസ്തുവിൻ്റെ ഉത്ഥാനമായിരുന്നു ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം. അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തിലും കൂട്ടായ്മയിലും അപ്പം മുറിക്കലും പ്രാർത്ഥനയിലും അടിസ്ഥാനമാക്കിയ ഒരു ജീവിതക്രമം അവർ രൂപപ്പെടുത്തി. മതപീഡന കാലത്ത് ആരാധന ജീവിതം മിക്കവാറും രഹസ്യ സംഘാതങ്ങളിലായിരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വിശുദ്ധ കുർബാന, പാപമോചനം, മാമോദീസ, വിവാഹം എന്നീ വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. ആരംഭം മുതലേ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ഒന്നിച്ചുകൂടിയും ഞായറാഴ്ചയെ കർത്താവിൻ്റെ ദിവസമെന്ന് വിളിക്കുകയും ചെയ്തു. സാബത്തിന് പകരം ഞായറാഴ്ച ക്രിസ്ത്യാനികൾ ആചരിക്കുവാൻ തുടങ്ങി. കാലക്രമേണ വിശുദ്ധ കുർബാനയുടെ കൃത്യമായ രൂപവും ഭാവവും അനുഷ്ഠാനങ്ങളും ഉണ്ടായി. പരിശീലനം പൂർത്തിയായവർക്ക് ഉയർപ്പിൻ്റെ തലേ ദിവസവും പെന്തിക്കോസ്ത് ദിനത്തിലും ജ്ഞാനസ്നാനം നൽകിയിരുന്നു. ക്രിസ്തു സംഭവങ്ങളുടെ അനുസ്മരണയ്ക്കായി പ്രത്യേക ഒരുക്കവും ഉപവാസവും പ്രാർത്ഥനയും നടത്തി ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ വിവിധ നോമ്പുകൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. അപ്പോസ്തലന്മാർ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഭാഷകളിൽ, വിവിധ സംസ്കാരങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ വിവിധ സഭാ സമൂഹങ്ങൾ വളർന്നു വന്നു. അപ്പോസ്തലന്മാർക്കും അവരുടെ പിൻഗാമികൾക്കും ലഭിച്ച യേശുവിൻ്റെ അനുഭവത്തിൻ്റെയും വിവിധ പാരമ്പര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ള സംസ്കാരവുമായി ബന്ധപ്പെട്ട് വിവിധ ആരാധന രീതികൾ വളർന്നു വന്നു. വിശ്വാസത്തിന് എതിരല്ലാത്ത സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ആരാധന രീതികൾ വളർന്നു വന്നത്. 3 ഭാഷകളെ അടിസ്ഥാനപ്പെടുത്തി സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ 6 ആരാധന രീതികൾ അഥവാ 6 ആരാധനാ കുടുംബങ്ങൾ വളർന്നു വന്നു. അന്ത്യോക്യൻ, ബൈസന്റൈൻ, അലക്സാണ്ട്രിയൻ, കാൽഡിയൻ, അർമേനിയൻ, റോമൻ ഈ 6 ആരാധന കുടുംബങ്ങളിൽ നിന്നായി
പുത്രീ സഭകൾ വിവിധ രാജ്യങ്ങളിൽ ജനിച്ചു വളർന്നു. അപ്രകാരം 24 ആരാധന രീതികൾ അഥവാ 24 വ്യക്തിഗത സഭകൾ കത്തോലിക്ക സഭയിലുണ്ട്. മതമർദ്ദനങ്ങളും സഭാ സ്വാതന്ത്ര്യവും. ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയ്ക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും ഭീഷണികളും പീഡനങ്ങളും പ്രയാസങ്ങളുമാണ് മതമർദ്ദനങ്ങൾ. ലോക ചരിത്രത്തിൽ തന്നെ ഒരു മതത്തിനും ഇത്രയേറെ ക്രൂരവും ശക്തവുമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടില്ല. മതമർദ്ദനത്തിനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ 2 തരമാണ്. 1 മതപരം, 2 മതേതരം. മതപരമായ കാരണങ്ങൾ. ക്രിസ്തുവിൻ്റെ സഭ വ്യാപകമായി വളർന്നതോടെ സഭ റോമാ സാമ്രാജ്യത്തിന് അകത്തും പുറത്തും വളർന്ന് പന്തലിക്കാൻ തുടങ്ങിയതോടെ യഹൂദന്മാരുടെയും പിന്നീട് വിജാതിരുടെയും അസൂയയും വിരോധവും വർദ്ധിച്ചു. റോമാക്കാർ തങ്ങളുടെ വിവിധ മതങ്ങളുടെ ദേവീദേവന്മാർക്ക് ദിവ്യത്വം കൽപ്പിക്കുകയും ചക്രവർത്തിമാരെ പോലും ആരാധിച്ചിരുന്നു. എന്നാൽ ഏക സത്യദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ വിഗ്രഹങ്ങളെയോ ചക്രവർത്തിയോ ആരാധിക്കാൻ വിസമ്മതിച്ചു. ക്രിസ്ത്യാനികളുടെ ഈ നിഷേധഭാവം റോമൻ ജനതയെ പ്രകോപിപ്പിച്ചു. ചക്രവർത്തിയെ ആരാധിക്കാതിരുന്ന ക്രൈസ്തവരെ നിരീശ്വരന്മാരായി കാണുകയും രാജ്യത്ത് ആകമാനം ഉണ്ടായ അത്യാഹിതങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണം ക്രൈസ്തവരുടെ ദൈവനിഷേധമാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ക്രൈസ്തവരുടെ ആരാധനകളും സമ്മേളനങ്ങളും രാജാക്കന്മാരിൽ വിവിധ സംശയങ്ങൾ ജനിപ്പിച്ചു. ഈ സമ്മേളനങ്ങളിൽ ലൈംഗിക വൈകൃതങ്ങളും മനുഷ്യക്കുരുതിയും ഉണ്ടായിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു. യുദ്ധത്തെ അനുകൂലിക്കാതിരുന്നതുകൊണ്ട് ചില ക്രൈസ്തവർ സൈനിക സേവനത്തിന് വിസമ്മതിച്ചു. ഇത് സാമൂഹ്യ ദ്രോഹവുമായും ദേശസ്നേഹ ഇല്ലായ്മയുമായും മറ്റുള്ളവർ ചിത്രീകരിച്ചു. മതേതര കാരണങ്ങൾ പ്രത്യേകമായിട്ടും അക്കാലത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ക്രൈസ്തവരോടുള്ള അവജ്ഞ തങ്ങളുടെ സൃഷ്ടികളിലൂടെ പ്രചരിപ്പിച്ചു. 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ചിലർ ക്രിസ്തുമതത്തിനെതിരെ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കുകയുണ്ടായി. ബുദ്ധിജീവികളുടെ ആശയപരമായ പിന്തുണ മതപീഡനങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമായി. അക്കാലത്തുണ്ടായിരുന്ന റോമൻ ചക്രവർത്തിമാർ ക്രൈസ്തവരെ ക്രൂരമായി പീഡിപ്പിച്ചു. ക്രിസ്തുമത പീഡന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നീറോയുടെ കാലത്താണ്. AD 64 റോമാ നഗരത്തിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ക്രൈസ്തവരിൽ ആരോപിക്കുകയും നിരവധി ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മൃഗങ്ങളുടെ തോൽ ധരിപ്പിച്ച് ക്രിസ്ത്യാനികളെ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയും ചില ക്രൈസ്തവരെ നീറോയുടെ ഉദ്യാനത്തിലെ പന്തങ്ങളാക്കുകയും അമ്പെയ്തും കുരിശിൽ തൂക്കിയും തോലുരിഞ്ഞും സിംഹത്തിൻ്റെ ഇരയാക്കിയും തിളയ്ക്കുന്ന എണ്ണയിലിട്ടും ക്രൈസ്തവ മക്കളെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊന്നു. വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് AD 64 65 ഇടയ്ക്ക് രക്തസാക്ഷികളായി. വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് അനേകർ മരണത്തെ ആശ്ലേഷിച്ചു. അനേകരെ പല കാരണങ്ങൾ കാരാഗൃഹത്തിലടച്ചു. പിന്നീട് വന്ന ഡൊമിഷ്യൻ ക്രൈസ്തവരായിരുന്ന പല ഉദ്യോഗസ്ഥരെയും വധിച്ചു. വിശുദ്ധ യോഹന്നാനെ തിളച്ച എണ്ണയിൽ മുക്കി പീഡിപ്പിക്കുകയും പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. മതസ്വാതന്ത്ര്യവും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും. 3 നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന അതിക്രൂരവും നിന്ദ്യവുമായ മതമർദ്ദനം അവസാനിപ്പിച്ചതും സഭയ്ക്ക് മതസ്വാതന്ത്ര്യം നൽകിയതും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. 313 പുറപ്പെടുവിച്ച മിലാൻ വിളംബരം, എഡിക്റ്റ് ഓഫ് മിലാൻ എന്ന കൽപ്പനയിലൂടെയാണ് ക്രൈസ്തവ സഭയ്ക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടിയത്. സഭയ്ക്ക് ആരാധനാലയങ്ങൾ സ്ഥാപിക്കുവാനും വസ്തുവകകൾ സൂക്ഷിക്കുവാനും കണ്ടുകെട്ടിയവയെല്ലാം തിരിച്ചു ലഭിക്കുന്നതിനും ഈ വിളംബരത്തിലൂടെ സാധിച്ചു. പേഗൻ മതവിശ്വാസിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ മിൽവൺ യുദ്ധമാണ് ക്രിസ്തുമതത്തിലേക്ക് അടുപ്പിച്ചത്. കുരിശ് ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ കോൺസ്റ്റന്റൈന് പ്രേരണ ലഭിക്കുകയും അങ്ങനെ ആ യുദ്ധത്തിൽ ചക്രവർത്തി വിജയിക്കുകയും ചെയ്തു. ക്രൈസ്തവരുടെ ശത്രുക്കളെ പിന്നീട് നശിപ്പിക്കുകയും ക്രൈസ്തവ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുകയും ഞായറാഴ്ച പൊതു അവധിയാക്കുകയും ചെയ്തു. അങ്ങനെ നീണ്ടുനിന്ന ക്രൈസ്തവ പീഡന പരമ്പര അവസാനിക്കുകയും
ക്രിസ്തു മതത്തിന് റോമ സാമ്രാജ്യത്തിൽ സ്വതന്ത്രമായി വളരുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്ത വിഷയം എന്താണ്? സഭാചരിത്രം. സഭാചരിത്രം പഠനത്തിൻ്റെ ആവശ്യകത എന്താണ്? സഭാചരിത്രത്തെ 4 ഘട്ടങ്ങളായി തിരിക്കാമെന്നും ആദിമ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ലോകത്തിൻ്റെയും യഹൂദരുടെയും പ്രതീക്ഷ, ക്രിസ്തുവിൻ്റെ ജനനം, പെന്തിക്കോസ്തിക്ക് ശേഷം സഭയുടെ തുടക്കവും ആദിമ സഭയുടെ തുടക്കവും അതുപോലെ തന്നെ മതമർദ്ദനങ്ങളും സഭാ സ്വാതന്ത്ര്യവുമാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്തത്. വരുന്ന എപ്പിസോഡുകളിൽ ആദിമ യുഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പിന്നീട് ഓരോ യുഗങ്ങളെക്കുറിച്ചും നമ്മൾ വ്യക്തമായി പഠിക്കുകയും ചെയ്യും. എല്ലാവർക്കും നന്ദി.